പതിവിലും വ്യത്യസ്തമായി ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാടിന്റെ ഏറ്റവും സുന്ദരമായ ഒരു കാട്ടിലേക്കാണ്. പാലക്കാട്ടെ അധികം ആരും പോകാത്ത ശിരുവാണിക്കാട്ടിലേക്കാണ് പോകുന്നത്. പാലക്കാട് നിന്നും 35 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഫോറസ്റ്റ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും രുചികരമായ വെള്ളം ലഭിക്കുന്ന ഒരു ഫോറസ്റ്റാണ് ഈ ശിരുവാണി. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു മനോഹരമായ വ്യൂ പോയിന്റ് ആണിത്. ഇഞ്ചിക്കുന്ന് വ്യൂ പോയിന്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതൊരു മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ ഭംഗിയും ആസ്വദിച്ച് നമുക്കിവിടം വരെ എത്താം. 3 ബാച്ചായിട്ടാണ് ഇവിടുത്തെ പ്രവേശന സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12 മണി, 2:30 എന്നിങ്ങനെയാണ് ടൈം. ഈ ചെക്ക് പോസ്റ്റിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പോകുന്ന ആളുകളുടെ എണ്ണം, വണ്ടിയുടെ നമ്പർ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ. പ്രൈസ് ഡീറ്റെയിൽസും കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഫോറസ്റ്റ് സഫാരിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം വാഹനത്തിലൂടെ 40 കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെ പോയി വരാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം ഇങ്ങോട്ടേക്ക് വരുവാൻ. കൂടാതെ ബൈക്ക് ഇവിടേക്ക് കടത്തിവിടുകയും ഇല്ല. സ്ഥലങ്ങളും വഴികളും തെറ്റാതിരിക്കാനായി ഒരു ഗൈഡും നമുക്കൊപ്പം ഉണ്ടാകുന്നതാണ്. കാടിന്റെ പച്ചപ്പിലൂടെ ഫാമിലിയൊക്കെയായി ഇത്ര ദൂരം സഞ്ചരിക്കാവുന്ന വേറൊരു കാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോറസ്റ്റ് റൈഡൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇവിടേക്ക് മോസ്റ്റ് വെൽക്കം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ടോട്ടൽ 20 കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതിൽ 4.5 കിലോമീറ്ററോളം ചെറിയ ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് വേണം ഇങ്ങോട്ടേക്ക് വരുവാൻ. ഇനിയിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ജീപ്പ് സർവീസ് ആവശ്യമുള്ളവർക്ക് ഇവിടുത്തെ ഒരു നാട്ടുകാരനായ പ്രതീക്ഷേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ആളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് സിംഗമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ. ശിരുവാണി എക്കോ സെന്ററിൽ നിന്നും നമ്മൾ ആദ്യം കയറുന്നത് മുത്തിക്കുളം ഫോറസ്റ്റ് റേഞ്ചിലേക്കാണ്. ഇവിടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 36 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുറം ലോകവുമായി അധികം ബന്ധമൊന്നുമില്ലാതെ കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർക്കൊരു ജോലി എന്ന ലക്ഷ്യത്തോടെയാണ് ശിരുവാണി ഇക്കോ ടൂറിസം റീ ഓപ്പൺ ചെയ്തത്. ടൂറിസ്റ്റുകളെ സഹായിക്കുന്ന ഗൈഡുകളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ കാടിന്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുവാൻ എന്തുകൊണ്ട് യോഗ്യർ ഈ കാടിനെ നന്നായി അറിയുന്ന ഇവര് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായി എത്തിയിരിക്കുന്നത് ശിരുവാണി ഡാമിലേക്കാണ്. ഇതാണ് ശിരുവാണി ഡാം. ഉദ്ഘാടനം കഴിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡാം. റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഡാം 1984 നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ഒരു ഡാം നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇതിൽ നിന്നും വെള്ളം എടുക്കാൻ ഒരു അനുവാദവും ഇല്ല. ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഡാമാണിത്. കാരണം ഈ ഡാമിന് ഷട്ടർ ഇല്ല. കൂടുതലായി വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന സ്പേസിലൂടെ ഓവർഫ്ലോ ആയി അത് പുറത്തേക്ക് ഒഴുകിപ്പോകും. ഈ ഒരു ഡാമിലെ വെള്ളമാണ് ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും നല്ല ശുദ്ധജലമായി അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഒരുപാട് ആനകളുള്ള ഒരു ഭാഗം കൂടിയാണിത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ ആനപ്പിണ്ടം നമുക്ക് കാണാം.
നേരത്തെ നമ്മൾ കണ്ട വെള്ളം ഓവർഫ്ലോ ആയി പോകുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഡാമിന്റെ ഫ്രണ്ട് വ്യൂ എന്നൊക്കെ പറയാം. ഈ സൈഡിലൂടെ നടന്ന് ഓവർഫ്ലോ ആയി വെള്ളം വരുന്നതിന്റെ തൊട്ടടുത്ത് വരെ നമുക്ക് പോകാവുന്നതാണ്. ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം ആനകളൊക്കെ വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ വെള്ളം തട്ടുതട്ടായി ഒഴുകുന്ന മനോഹരമായ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിലൂടെ ഒഴുകി വരുന്ന വെള്ളം പുഴയിലേക്കാണ് പോകുന്നത്. ആ വെള്ളമാണ് ഇവിടുത്തെ കോളനിയിലുള്ളവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓവർഫ്ലോ ആയി പുഴയിലെത്തുന്ന വെള്ളം മാത്രമേ കേരളത്തിലുള്ളവർക്ക് ഈ ഡാമിൽ നിന്നും യൂസ് ചെയ്യാനാവൂ. എന്താലേ, ഡാം കേരളത്തിലും വെള്ളം തമിഴ്നാടിനും. ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നേരത്തെ കണ്ട വഴികളെക്കാളും കുറച്ചുകൂടെ ഇടുങ്ങിയ വഴിയാണ് ഇനി. നമ്മളിപ്പോൾ കണ്ടിറങ്ങിയ ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഗേറ്റ് ഏരിയ ആണിത്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ കാണുന്ന ഈ വഴിയെ പോയാൽ പണ്ട് ബ്രിട്ടീഷുകാർ കാടിനുള്ളിൽ പണിത പട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഇപ്പോൾ ഗസ്റ്റിന് അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ ഇവിടുത്തെ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനായ കേരളമേട് പിക്കപ്പ് സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കുറച്ചിങ്ങോട്ട് നടന്നപ്പോൾ കിട്ടിയ മരക്കൊമ്പിലിരിക്കുന്ന മയിലിന്റെ വിഷ്വൽസ് ആണിത്. ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നാൽ എത്തുന്ന ഈ ഒരു ഭാഗമാണ് കേരള തമിഴ്നാടു ബോർഡർ. അങ്ങനെ കേരളമേട് ട്രെക്കിംഗ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന ഒരു ട്രെക്കിംഗ് ആണിത്. ആദ്യമേ ഇച്ചിരി കുത്തനെ കയറ്റമാണെന്ന് തോന്നുമെങ്കിലും പിന്നെ ഓക്കെയാണ്. നമ്മൾ വരുന്ന വണ്ടി റോട്ടിലിട്ടേച്ച് ഒരു 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കുത്തനെ കയറി വേണം നമുക്ക് കയറാനായിട്ട്. കയറാൻ അധികം പാടില്ല, എന്നാലും കുത്തനെ കയറുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മൊട്ടക്കുന്നുപോലെയൊക്കെ തോന്നും. ചെന്ന് കയറുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയാണ്. നമ്മൾ ഈ ട്രെക്കിംഗ് ഉച്ച സമയത്താണ് ചെയ്യുന്നത്. അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുമുണ്ട്. നിങ്ങൾ ഇനി വരുമ്പോൾ മാക്സിമം രാവിലെയോ വൈകിട്ടോ അതല്ലെങ്കിൽ ഒരു ചെറിയ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കോയമ്പത്തൂരിലുള്ള പല സ്ഥലങ്ങളും മുത്തിക്കുളം വാട്ടർഫോൾസും ആദിയോഗി ശിവ സ്റ്റാച്ചു ഒക്കെ കാണാൻ കഴിയും. ഇത്ര വെയിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഫോഗ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലോങ് വിഷ്വൽസ് ഒന്നും അത്ര ക്ലിയർ അല്ല നമുക്ക്. ചെറിയൊരു ട്രെക്കിംഗ് ചെയ്ത് കാടും മലയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ശിരുവാണിക്കാട്ടിലെ കേരളമേട് ട്രെക്കിംഗ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നും വണ്ടിയിൽ കയറി ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഫോറസ്റ്റിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു വാട്ടർഫോൾസ് കാണാനാണ്. ശിരുവാണി ഇക്കോ സെന്ററിന്റെ മുമ്പിലൂടെ ലെഫ്റ്റിലായി കാണുന്ന കുത്തനെ താഴേക്കിറങ്ങുന്ന ഒരു വഴിയിലൂടെയാണ് നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോവേണ്ടത്. ശിരുവാണി ഇക്കോ ടൂറിസം സെന്ററിൽ നിന്നും 2.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. ഈ കാണുന്ന വഴിയെ കുറച്ചങ്ങ് നടന്നാൽ നമുക്ക് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്താം. അധികം ആരും അറിയപ്പെടാതെ പാലക്കാടൻ കാടിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. വട്ടപ്പാറ വാട്ടർഫോൾസ് എന്നാണ് ഈ ഒരു വാട്ടർഫോൾസിന്റെ പേര്. പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് വരാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരിടമാണിത്.
ശിരുവാണി കാടിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ കാടിന്റെ ശാന്തതയോടൊപ്പം പാറക്കെട്ടുകളിലൂടെ പതഞ്ഞു തുളുമ്പി വരുന്ന വെള്ളത്തിന്റെ ശബ്ദവും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞങ്ങൾ ജനുവരി മാസം വന്നപ്പോഴുള്ള വെള്ളമാണിത്. ജൂൺ ജൂലൈ മാസമാണെങ്കിൽ ഇവിടെ ഇരട്ടി വെള്ളം ഉണ്ടാവും. ആ മാസങ്ങളിൽ ഈ ഭാഗത്തേക്കൊക്കെ കയറി നിൽക്കുക ഒരുപാട് റിസ്ക് ആയിരിക്കും. അധികം ആരും അറിയപ്പെടാത്ത ഇതുപോലുള്ള ഹിഡൻ വാട്ടർഫോൾസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വാട്ടർഫോൾസും കൂടിയാണ് ഈ ഒരു വട്ടപ്പാറ വാട്ടർഫോൾസ്. ഈ ഒരു ശിരുവാണിക്കാടും ഈ ട്രെക്കിങ്ങും വാട്ടർഫോൾസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.